ഹായ് വ്യൂവേഴ്സ്, നമുക്കിന്ന് കുറച്ച് കീബോർഡ് ഷോർട്ട് കട്ട്സ് നോക്കിയാലോ. ഓക്കെ, സോ ആദ്യം നമുക്ക് Ctrl+C എന്താണെന്ന് നോക്കാം. Ctrl+C എന്താണ്? കോപ്പിയാണ്. ആ സി എന്നുള്ള ആ ലെറ്റർ തന്നെ കോപ്പി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ഇനി Ctrl+V എന്താണ്? Ctrl+V പേസ്റ്റ് ആണ്. ഇനി Ctrl+X എന്താണ്? Ctrl+X കട്ടാണ്. ഈ എക്സിന്റെ ഷേപ്പ് കണ്ടോ, ഒരു സിസേഴ്സിന്റെ ഒരു ഷേപ്പ് പോലെ ഇല്ലേ? അപ്പോൾ ആ എക്സ് സിസേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ Ctrl+Z എന്താണ്? അൺഡു. നിങ്ങൾ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുത്തിയാൽ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും. ഇനി Ctrl+A എന്താണ്? Ctrl+A സെലക്ട് ഓൾ. അതായത് ഈ എ എന്ന് പറയുന്നത് ഈ ഓൾ എന്നതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ Ctrl+A എന്താണ്? സെലക്ട് ഓൾ ആണ്. ഇനി Ctrl+S സേവ് ആണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കുമ്പോഴോ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഈ Ctrl+S അടിച്ച് സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. പിന്നെ Ctrl+P എന്താണ്? പ്രിന്റ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡ് ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? Ctrl+P എന്ന ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങളിൽ പലരും മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അതായത് ഒരേ സമയം യൂട്യൂബിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടാവും, ഗെയിം കളിക്കുന്നുണ്ടാവും, വേർഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, എക്സൽ ചെയ്യുന്നുണ്ടാവും, പവർ പോയിന്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളിൽ പലരും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് അല്ലെങ്കിൽ ഒരു വിൻഡോയിൽ നിന്ന് മറ്റൊരു വിൻഡോയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുക എങ്ങനെയാണ്? അതായത് വേർഡിൽ നിന്ന് എക്സലിലേക്ക്, എക്സലിൽ നിന്ന് പവർ പോയിന്റിലേക്ക്, പവർ പോയിന്റിൽ നിന്ന് ബ്രൗസറിലേക്ക്, അങ്ങനെ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Alt+Tab. അതായത് വേർഡ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് തൊട്ടപ്പുറത്തുള്ള വിൻഡോസിലേക്ക് പോകണമെങ്കിൽ ഈ Alt+Tab അടിച്ചാൽ മതി. അടുത്തത് Ctrl+F. എന്താണ് Ctrl+F? ഫൈൻഡ് ആണ്. നിങ്ങൾ വലിയൊരു വേർഡ് ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്തു, അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രത്യേക വാക്ക് ഫൈൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിലുള്ള ഷോർട്ട് കട്ടാണ് Ctrl+F. അടുത്തത് Ctrl+Escape ആണ്. എന്താണിത്? സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാനാണ്. സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാൻ സ്റ്റാർട്ട് കീ അല്ലെങ്കിൽ വിൻഡോസ് കീ ഉണ്ട്. പക്ഷെ ചില കീബോർഡിലൊക്കെ ആ ഒരു വിൻഡോസ് കീ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ Ctrl+Escape എന്ന ആ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് 10 കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ് പഠിച്ചത്. കോപ്പി, Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്, Ctrl+X കട്ട്, Ctrl+Z അൺഡു, Ctrl+A സെലക്ട് ഓൾ, Ctrl+S സേവ്, Ctrl+P പ്രിന്റ്, Alt+Tab സ്വിച്ച് ബിറ്റ്വീൻ വിൻഡോസ്, Ctrl+F ഫൈൻഡ്, Ctrl+Escape open start menu. Thank you.